ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഫിഷിനെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിൻ്റെ പേര് ഷേരി എന്നാണ്. ഇത് ഗ്രില്ല് ചെയ്യാൻ നല്ല ബെസ്റ്റ് ഫിഷാണ്. പിന്നെ കൂടെ തന്നെ 2 മത്തി കൂടെ എടുത്തിട്ടുണ്ട്. ഇവിടെ മത്തി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് മത്തിയും കൂടെ എടുത്തത്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി പിന്നെ നല്ലവണ്ണം വരഞ്ഞ് വെച്ചേക്കുന്ന ഫിഷാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ നേരെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഞെക്കുക. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മസാല ഒന്ന് തയ്യാറാക്കാം. 1 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ നിറച്ച് വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി സ്ലൈസ് ആക്കിയത്, 2 പച്ചമുളക് ചെറുതായിട്ട് എരിഞ്ഞത്, 1 ടേബിൾ സ്പൂണ് പുളി പിഴിഞ്ഞത്. മറ്റേ സാമ്പാർ പുളിയാണ്, അത് കുറച്ചെടുത്ത് പിഴിഞ്ഞ് കട്ടിയായിട്ടുള്ള നീരാണിത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി. ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് മന്തി മസാല പൗഡർ എടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഗ്രില്ല് ചെയ്യുന്നതായതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ വിനെഗർ, ഇല്ലെങ്കിൽ പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് വീത്തിയാലും മതി. പിന്നെ 1 തണ്ട് കറിവേപ്പില. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം കോക്കനട്ട് ഓയിൽ എടുക്കാം, വെജിറ്റബിൾ ഓയിൽ എടുക്കാം, ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. അപ്പോൾ ഞാനിത് നല്ലവണ്ണം അരച്ചുകൊണ്ട് വരട്ട്. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ വീത്തിയിട്ടാണ് ഇതിൽ അരച്ചെടുത്തത്. അപ്പോൾ നമുക്കിത് ഫിഷിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ട് ഈ വരഞ്ഞു കൊടുത്തേക്കുന്നതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ഫിഷ് നന്നായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഫിഷിനെ അതേപോലെ ചെയ്യാം. നമുക്ക് ഈ കുഞ്ഞു മത്തീനെ കൂടെ മസാലയൊക്കെ തേച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാക്സിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഗ്രില്ല് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ ഞാൻ 1 മണിക്കൂറിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ഞാൻ ഗ്രില്ല് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. സാധാ ഫ്രൈ പാനിൽ വേണമെങ്കിലും ഗ്രിൽ ചെയ്തെടുക്കാം. ഇനി നമുക്കതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ വീത്തി കൊടുക്കാം. കുറച്ച് മതി, 1 ടേബിൾ സ്പൂൺ വേണ്ട. നമുക്ക് ഈ ഫിഷ് ഈ ചൂടായ എണ്ണയിലോട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഗ്രില്ല് ചെയ്തെടുക്കാൻ. തീ കൂടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം
ഞാൻ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ഒരു 5 മിനിറ്റ് കിടന്ന് ലോ ഫ്ലെയിമിൽ വേവട്ടെ. അപ്പോൾ ഞാനിവിടെ 10 മിനിറ്റാണ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഒരുപാട് നേരം ഫിഷ് ആയതുകൊണ്ട് ഗ്രില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കൂടെ കൊടുക്കാൻ പോവുകയാണ്. അതിനായി ഞാനൊരു ചാർക്കോൾ കത്തിച്ച് ഒരു ചെറിയ ബൗളിൽ എടുത്തിട്ടുണ്ട്. ചാർക്കോൾ ഇല്ലെങ്കിൽ ചിരട്ടയുടെ കരിയായിരുന്നാലും മതി, ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കനലായിരുന്നാലും മതി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഇറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പുക വരും. പിന്നെ ഇതൊന്ന് ക്ലോസ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കും. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതെടുത്ത് മാറ്റാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള ഗ്രിൽഡ് സ്മോക്കി ഫിഷ് റെഡിയായി. ഒറ്റ തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.